ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി 2 കൊല്ലാവാൻ പോയി. അതിന്റെ ഇടയിൽ അവളെ ഇവിടെ കൊടുന്ന് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടുന്ന് വയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുകയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഹായ് ഗൈസ്, ഐ തോട്ട് ഹിയർ കംസ് എ ബ്യൂട്ടിഫുൾ പൊങ്കാല വിളി. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. കാരണം ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ കുറേ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് പറയും, എന്തിനാണ് ഈ ടോപ്പിക്കുകൾ നീ സംസാരിക്കുന്നത്, എന്തിനാണ് ഇതിനുള്ളൊരു സ്പേസ് നീ കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കലുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് ഒരു യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ലിസ്റ്റിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കൈസ് എന്ന് പറയുന്ന ആളുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചത്. അതിൽ ഷാജിയുടെ ഉമ്മ കൈസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യമാണ്. അപ്പോൾ ഉമ്മയുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉമ്മ ഇങ്ങനെ അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നതും, 2 ഉമ്മ വീടിൻ്റെ ഉള്ളിൽ കൂടോത്രങ്ങൾ ചെയ്തതൊക്കെ. അപ്പോൾ ഉമ്മാൻ്റെ സൈഡിൽ നിന്നൊന്നും കേൾക്കുന്നില്ലേലോ എന്നാലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പീസ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ ഈ ഉമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഭർത്താവിൻ്റെ ഉമ്മയാണോ സ്വന്തം ഉമ്മയാണോ? ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നതും അല്ലെ നേരത്തെ ഇട്ട വീഡിയോയും ഷാജി എന്ന് പറയുന്ന ആളുടെ സ്വന്തം ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉമ്മയല്ല. അപ്പം ആദ്യം തന്നെ പറഞ്ഞത്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മോളെ വീട്ടിലോട്ട് വിളിച്ച് വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയി എന്നാണ് ഉമ്മേൻ്റെ തുടക്കം തന്നെ. അപ്പം ഇതെന്തായാലും കത്തി കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയും കൂടെ ഒന്ന് കാണാം. ഇല്ല, ഇനി അന്നവിടെ കഴിച്ചില്ല, ഇനി നീ എന്റെ വീട്ടിൽ വരും വേണ്ട ഞാൻ പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരച്ചിൽ, ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ, ഉമ്മാനെ കയറ്റണ്ട, ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊന്നുമില്ല, എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളിന്ന് ഞാൻ പറഞ്ഞു. 5-6 മക്കളെ ഞാൻ 4-5 മക്കളാണ്, 5 ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുത്തി. അവളും വന്നു. അവള് വന്നിട്ട് ഞാൻ അവളെ സ്വീകരിച്ചില്ല. എന്റെ അനിയത്തിയും കൂടി, അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് വന്നത് കുറച്ച് ദിവസം ഞാൻ മുണ്ടാണ്ടായപ്പോ ഇവിടെ എന്താ കൈ മുറിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ കൈ അങ്ങനെ മുറിച്ച് 10-11 തുന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവളെ അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും ഇവള് അതൊരു 10-11 ദിവസം 21 ദിവസം ആകുമ്പോഴേക്കും വീണ്ടും വിഷം കുടിച്ചു. വിഷമല്ല, ഈ ഇതില്ലേ എന്താ പറയാ, ഉറക്കുളിയ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഉറക്കുളിയ അവള് കഴിച്ച് എന്തിനാ ചെയ്യുന്നത് അവൾക്ക് മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ. ഉറക്കുളിയ കഴിച്ച് അതിൽ ഞാൻ കോളേജ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളെ വീട്ടിൽ കൂട്ടി വന്നു. അതിനുശേഷം അവൾ ഒരു ചെക്കൻ്റെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് വന്നതിന് ശേഷം കയറ്റാൻ റെഡി ആയിരുന്നില്ല. മക്കളുടെ കരച്ചിലൊക്കെ കേട്ട സമയത്താണ് ഷാജിദനെ വീണ്ടും വീട്ടിലോട്ട് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഉമ്മ അവളോട് മിണ്ടിയില്ല. ഓട്ടോമാറ്റിക്കലി മോളുടെ ഇങ്ങനത്തെ പ്രവൃത്തി കാണുമ്പോൾ ഒരമ്മമാർക്കും മിണ്ടാൻ തോന്നില്ല. ആ ദേഷ്യത്തിലോ എന്തോ ഇവൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞു ആത്മഹത്യ ചെയ്തു. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ കാരണം എനിക്കറിയില്ല. വെറുതെ ഒന്നും ഒരാൾ കൈ മുറിക്കാനോ അല്ലെങ്കിൽ മരുന്ന് കുടിച്ച് ആത്മഹത്യ ചെയ്യാനോ നിൽക്കില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു മാനസിക രോഗമുള്ളൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. സ്വഭാവ വ്യത്യാസങ്ങളുണ്ടാവും. മാനസിക രോഗമുള്ള വ്യക്തിയൊന്നുമല്ല വെറുതെ പോയിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ. അപ്പം മേ ബി വീട്ടുകാരുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആൾ കടന്നു പോകുന്ന എന്തെങ്കിലും ഒരു ട്രോമേൻ്റെ പുറത്തായിരിക്കും ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആളാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ മോളെ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് എന്നാണ് ഉമ്മ ഉദ്ദേശിച്ചത്. ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്നറിയോ? അവർക്ക് 6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്ക പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടുപോയതാണ് വീട്ടിൽ നിന്ന്. അത് എനിക്കറിയില്ല. അത് ഇവള് കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇവനെ ഇറക്കി കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ ഒരു 10-15 ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി. പിന്നെ അവൻ നിക്കാഹിനാണ് പറഞ്ഞു പോയി, നിക്കാഹ് കഴിച്ചില്ല. പിന്നെ ഇവൾക്ക് അങ്ങനെ ഭ്രാന്ത് പോലെയൊക്കെ ആയി. പിന്നെ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവരുടെ ആ വ്യക്തിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ ആണ് യൂട്യൂബിൽ ഇട്ടത്. ഇല്ല, അത് വേറെ ചെക്ക എന്നേഷം കെട്ടിയതാണ്. അത് ഇവിടെ അല്ലേ കാസർഗോഡുള്ളയൊക്കെ. കാസർഗോഡുള്ള ചെക്ക, ഈ ചെക്കന്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക ഇട്ടിട്ട് പോയപ്പോ കാസർഗോഡുള്ള ചെക്കനായിട്ട്, കാസർഗോഡുള്ള ചെക്ക ആദ്യമായിട്ടുള്ളതാണ്. അത് എന്റെ മരുമകളിലും ഇവിടെ ഉള്ളതാണ്.
ഇതിൽ ഉമ്മ കൺവേ ചെയ്യുന്നത് ഇതിൽ ഒരു പോയിന്റിൽ സത്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഷാജി തന്നെ ഇതുപോലൊരു ലൈവിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഇന്ന ചെക്കനാണ്, അവന് ഇട്ട് തന്ന മഹറ എന്ന് പറഞ്ഞിട്ട് മാലയൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അതുപോലെ പ്ലേറ്റ് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്കനാണോ എന്ന് ചോദ്യത്തിന് കറക്റ്റായി പറഞ്ഞു ഇതല്ല വേറൊരുത്തനാണ്, ഇത് കാസർഗോഡുള്ള ചെക്കനാണ്, ഇത് പൊന്നാനിയുള്ള ചെക്കനാണ്. അപ്പോൾ ഒരു സ്ഥലമൊക്കെ ഒരു ഉമ്മ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടാവില്ല. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പല പ്രപ്പോസൽസും വരാം, അല്ലെങ്കിൽ പല ആൾക്കാരോടും പ്രണയം തോന്നാം, അറ്റാച്ച്മെൻറ്റ് തോന്നാം, ഫ്രീഡം ഉണ്ട്, നമ്മൾ ഇറങ്ങി പോകാനുള്ള ചാൻസസ് ഒക്കെ എന്താണ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് വേറൊരുത്തൻ വന്നു, ഇതെന്താണിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ? അവരായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ? ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവള് പറയുന്നത്. പക്ഷെ ഇവളുടെ കഥ എന്താന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇവളുടെ പിന്നാലെ നമ്മള് പോകണമെന്നില്ലല്ലോ. ഇവള് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 5 മക്കളെ എൻ്റെ അടുത്ത് ഇട്ടിട്ട് ഇവള് ഇറങ്ങി പോകും. ഇറങ്ങി പോയി ഇവള് 5 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവള് വരിക. പോക്ക് എന്ത് പറഞ്ഞിട്ടാ പോകുന്നത്, വീഡിയോ എടുക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടാ പോവുക. അത് കോഴിക്കോട് പോകും, പിന്നെ കാസർഗോഡ് പോകും, തൃശ്ശൂര് പോകും, മറ്റേ എറണാകുളം പോകും, വയനാട് പോകും. ഇന്ന സ്ഥലമാണെന്നൊന്നും ഇല്ല അവൾക്ക്. അപ്പൊ ഈ വരുന്നവർക്ക് ഈ 5 മക്കളെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്. അതിൽ സത്യം 2 മക്കളെ അവള് എത്തിക്കാനി കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 മക്കളെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്, അതുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എല്ലാം ഞാൻ തന്നെ. ഇവൾക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല് ഞാനായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി, അങ്ങനെ ഇവള് ആസ്പത്രിയിൽ കൊണ്ടുപോയി 4 പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടുപോയിരുന്നു. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇവിടെ ഒരിക്കൽ ഭക്ഷണം കുടിച്ചു. പിന്നെ നമ്മുടെ ഈ ബാത്റൂം കഴുകണ ഈ എന്തുകൊണ്ടൊക്കെ അത് കഴിച്ചു. അതിൽ ഞാൻ രക്ഷപ്പെടുത്തി. പിന്നീട് ഇവൾക്ക് കഴുത്തിലൊരു ടൈറോയിഡിന്റെ മുഴ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉമ്മ മകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ ഈ ഫുള്ള് റെക്കോർഡിങ് കേട്ട സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവളെ ഇതിൽ മെയിനായിട്ട് ഈ ഷാജി എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ഉമ്മാനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഉമ്മ എന്നെ വീട്ടിൽ നിർത്തുന്നില്ല, ഉമ്മ എന്നെ കൂടോത്രം ചെയ്യുകയാണ്. അപ്പം ഇതിനൊക്കെ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. കാരണം അവളെ വീട്ടിലോട്ട് വിളിച്ച് വരുത്തി അവൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോഴും ഞാൻ സ്വീകരിച്ചു. അവൾ 2 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അതിൽ നിന്ന് അവളെ ഞാൻ കൊണ്ടുവന്നു. അവൾ ഷൂട്ട് അത് ഇത് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ പോയി പലതും ചെയ്ത് പല ദിവസങ്ങളും കഴിഞ്ഞ് വരുന്ന സമയത്ത് വരെ അവളുടെ കുട്ടീൻ്റെ കാര്യങ്ങൾ ഞാനാണ് നോക്കിയിരുന്നത്. ഉമ്മ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്, നോക്കിയിരുന്നത് ഞാൻ തന്നെയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പോൾ എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിന് ഇവൾ തന്നെയാണ് കാരണം എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഷാജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ഇടുന്ന സമയത്ത് ആ വീഡിയോന് ഒരു 10 കമൻറ്റ് വന്നാലും 10 നെഗറ്റീവാണ്. ഒരാൾ പോലും ആളെ സപ്പോർട്ട് ചെയ്ത് ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യാൻ പോവാന്ന് പറയുന്ന സമയത്തും എന്നോട് പലരും പറയും എന്തിനാണ് ഈ ടോപ്പിക്ക് ചെയ്യുന്നത്, വേറെ ആരുടെ ടോപ്പിക്കും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരല്ല. അത്രത്തോളം ഹെയ്റ്റ് ഉണ്ട്. അപ്പം സ്വന്തം ഉമ്മാക്ക് എങ്ങനെ ഒരു മോളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ തോന്നുക? എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ലേ? കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഉമ്മാനെ തന്നെ കുറ്റം പറയാൻ പറ്റുക? പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു. എനിക്ക് ആ വീഡിയോ എന്താ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടാണ് കണ്ടത്. ഞെട്ടിപ്പോയി ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത്. എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല. സ്വന്തം ഉമ്മാൻ്റെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കും നിങ്ങളെക്കുറിച്ച്. ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവളുടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കെട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി. ഒരു മാസം നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ, ഈ നോമ്പിന് 1 മാസം ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ അതുവരെയ്ക്ക് ഇവളുടെ ഡ്രസ്സുകൾ തിരുമ്പല്, കുട്ടികളെ നോക്കല്, എല്ലാ പരിപാടി ഞാനാണ്. ഇവള് ഒന്നിലേക്കും വരില്ല. ഇവിടെ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇടലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കണ്ട. എനിക്ക് ഇവള് മാത്രമല്ല, എനിക്ക് ഇനി 2 മക്കളുണ്ട് വേറെ. അപ്പൊ അവർക്ക് മരുമക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല, കാണാനൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ആയി 1 മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു. അത് 100% സത്യമായിരിക്കും. കാരണം ഷാജിയുടെ ഒരു റിലേറ്റീവാണ് ഞാനെന്ന് പറയാൻ പോലും ആഗ്രഹിക്കാത്ത എത്രയോ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. കാരണം അവൻ്റെ വീഡിയോ, അവരിടുന്ന കണ്ടന്റ്, അവർ ചെയ്യുന്ന ചേഷ്ടകൾ കാണുമ്പോൾ താല്പര്യം തോന്നില്ല. ഇപ്പം ഞാനിടുന്ന വീഡിയോ വളരെ മോശമാണ്, ഞാൻ മോശമായ രീതിയിൽ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാളും എൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കൽ പരിപാടിക്ക് അവർ കയറൂല. കാരണം എന്തിനാ ഇവളീ വൃത്തിയോട് ചെയ്യുന്നത്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയും കൂടെ എന്തിനാ പുറത്ത് റിവീൽ ചെയ്യുന്നതെന്ന് ആ ഒരു പ്രഷർ ഉമ്മക്ക് ഉണ്ടാവും. അതിനൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല. വീഡിയോ വരണേന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വീട്ടിൽ ഞാൻ എളാപ്പാന്റെ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി. അവനും അവന്റെ ഭാര്യ ഉമ്മറയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, താത്ത 1 മാസം കാര്യം, താത്ത അവിടെ വരണം, അവിടെ നിൽക്കണം പറഞ്ഞു.
അപ്പൊ ഞാൻ ഒരു മാസം അവിടെ പോയി നിന്നിട്ട് നമ്മുടെ പെരുന്നാളായപ്പോ അവളെന്ത് പറഞ്ഞു, എന്റെ അടാപ്പാന്റെ മരുമകൾ എന്ത് പറഞ്ഞു, താത്ത കുട്ടികളൊക്കെ വരില്ല, അതുകൊണ്ട് താത്ത 10 ദിവസം ലീവ് എടുത്ത് പൊയ്ക്കോളിയും പറഞ്ഞു. അങ്ങനെ ആ ലീവില് 10 ദിവസം ഇവിടെ വന്ന് മക്കളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു വന്നു. അങ്ങനെ വന്നപ്പോ എന്റെ മക്കള് പെരുന്നാളായിട്ട് 2 മക്കളും വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നിറയെ സാധനങ്ങൾ ചാവക്കാട് നിന്ന് കിറ്റടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും കിറ്റ് കിട്ടിയില്ല, ചാവക്കാട് നിന്നും കിറ്റ് കിട്ടിയില്ല. പിന്നെ എനിക്ക് നിറയെ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇവിടെ ആരും കൊടുന്നേരമല്ല, ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ എല്ലാ പണിക്കും പോയിട്ടാണ് ഇവരെ ഞാൻ 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും അതൊക്കെ ഞാനാണ്. അവരുടെ വാപ്പ ഒന്നിനും വരില്ല, വാപ്പ ഒന്നും തരില്ല. ഒരു ഫ്ലൈറ്റ് പെൻസർ അടക്കം അവളുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത്. ഉമ്മാന്റെ വിഷമങ്ങളാണ് പറയുന്നത്. കാരണം മോളെ എത്രത്തോളം നോക്കി കൊണ്ടുവന്നു, ഫ്രണ്ടോട്ട് കൊണ്ടുപോയി. അവളുടെ വാപ്പ അവളുടെ കാര്യങ്ങളൊന്നും നോക്കാനുണ്ടായിരുന്നില്ല, എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്തത്, ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടാണ് ചെയ്യുന്നത്. ഷാജിദ തന്നെ അവളുടെ വീഡിയോയിൽ കൺവേ ചെയ്തിട്ടുണ്ട്, ഉമ്മ തൊഴിലുറപ്പിന് പോകുന്ന ആളാണ്. ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒന്ന് പണിക്ക് പോയേക്കാണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള ഒരു ലേഡി ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ടെങ്കിൽ പണ്ടും അത് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടായിരിക്കും നിങ്ങളെ ഫ്രണ്ടോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഈ കോൺട്രവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് താല്പര്യമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ അതിൻ്റെ ഉള്ളിൽ കടിച്ച് തൂങ്ങി നിൽക്കുന്നത്? നിങ്ങൾ വലിയ യൂട്യൂബറാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കേണ്ടി വരും, പുറമെ പോകേണ്ടി വരും. ഇവരിങ്ങനെ കച്ചറയും വർത്താനം ഉണ്ടാക്കി മോൻ്റെയും മോളുടെയും വിദ്യാഭ്യാസം കളഞ്ഞ് നിങ്ങൾ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് സുഖമായിട്ടൊരു വാടക വീട്ടിൽ പോകാം, അല്ല ഒരു ഫ്ലാറ്റിൽ പോയി നിൽക്കാം. നിങ്ങൾക്ക് അതിനുള്ള ഏർണിങ്സ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഒരു കോൺട്രവേഴ്സീസോ പ്രശ്നമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ, അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കേണ്ട ആവശ്യം? മനഃപൂർവ്വം ഓരോ കണ്ടന്റ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇതിൽ ഉപ്പാനെ പറ്റി പറയുന്നുണ്ട്. ഉപ്പാക്കൊരു മാനസിക രോഗമുള്ള ഒരാളാണ്. അപ്പോൾ ഉപ്പ ഇങ്ങനെ വയ്യാണ്ട് നിൽക്കുന്ന സമയമുള്ള കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിയിട്ടുള്ളത്. ഒരു ഉമ്മയുടെ വിഷമാണ് പറയുന്നത്. ഞാൻ ഈ ഉമ്മ 100% പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്. ഉമ്മ പറഞ്ഞ കാര്യം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് സ്വന്തം ഉമ്മാനെ ഈ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുന്നറിയോ, ഇവള് 2 അനിയത്തിമാര് വരണം. എന്റെ കുട്ടികൾ വന്നപ്പോ ഇവള് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഞാനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതിൽ ഉമ്മാക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഇരിക്കുക, അല്ലെങ്കിൽ അനിയത്തികൾ രണ്ടാൾക്കും വീടുണ്ട്, 2 വീട്ടിലിരിക്കുക, എന്റെ വീട്ടിൽ വരാൻ പാടില്ല പറഞ്ഞു. അപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു, എനിക്ക് ഈ വീട് റൈസാക്കി തരുമോ ചോദിച്ചു. അത് എന്റെ പേരിലാണ് വീട് വരുന്നത്. അവളുടെ വാപ്പ എന്താണ് എനിക്ക് അതിൽ തന്നിറക്കുന്നത്, അവളുടെ വാപ്പാന്റെ പേരുണ്ട്. അത് എങ്ങനെ 2000 രൂപ 3000 രൂപ അന്ന് റൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ വാപ്പ തന്നു. അപ്പൊ ശരി എന്റെ ആങ്ങളാരെന്ത് പറഞ്ഞു, ഒന്ന് ശരി മൂപ്പന്റെ പേരും ഇരിക്കട്ടെ പറഞ്ഞു. അങ്ങനെ 2 ആളുടെ കൂടി എന്റെ വെച്ചിട്ടാണ് മൂപ്പര്, എന്റെ വാപ്പാന്റെ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളെ വരാം, എന്റെ മക്കൾ എപ്പോഴെങ്കിലും വരുള്ളൂ. വന്നാൽ ഒരു 4 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ 10 ദിവസം നിൽക്കുക, അങ്ങനെ നിന്ന് അവർ പോവുകയും ചെയ്യും. ഇവളുടെ ചെലവിലൊന്നല്ല, ഇവളിപ്പോഴല്ലേ വന്നുകൂടിയത്. ഈ 10-35 കൊല്ലം എന്റെ മക്കളെ ഞാനല്ലേ നോക്കിയത്. ഞാൻ ഈ തൊഴിലുറപ്പിന് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വേറെ പണിക്ക് വിളിച്ചിട്ടോ അങ്ങനെ. ഇപ്പോൾ പ്രശ്നത്തിന്റെ തുടക്കം ഇവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വീടിന്റെ പേരിലാണ് വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഷാജിദ ആളുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾ 1 ലക്ഷം രൂപയോളം ആ വീടിന് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീട് എനിക്ക് വേണം എന്നൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പെർട്ടിക്കുലർ വീട് ഷാജിദേൻ്റെ പേരിൽ കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടോ പ്രശ്നമില്ലയോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മ പറയുന്നത് എൻ്റെ ബാക്കി മക്കൾക്കും ആ വീട്ടിൽ വന്ന് നിൽക്കണം. റൈറ്റ്, അതവരെ അവകാശമാണ്. സ്വന്തം ഉമ്മാൻ്റെ വീട്ടിലാണ് അവർ വന്ന് നിൽക്കുന്നത്, അല്ലാണ്ട് ഒരിക്കലും ഷാജിദേൻ്റെ വീട്ടിലല്ല. ഇതിനെന്തിനാണ് ഷാജിദ് അവരോട് വരണ്ടാന്ന് പറയുന്നത്? എന്തിനാ സമ്മതിക്കാണ്ട് നിൽക്കുന്നത്? ഷാജിദേൻ്റെ പെങ്ങന്മാരല്ലേ, നിങ്ങൾ 3 പെൺകുട്ടികളല്ലേ? ഒന്നാലോചിച്ച്, ഒരു ഉമ്മയും 2 സഹോദരിമാരും ഒരു കുടുംബം ഒട്ടാകെ ഒരാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഇല്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് കുഴിച്ച് ഉണ്ടാക്കി 4 ആളെ കൊണ്ട് പറയിപ്പിക്കുക എന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സീസോ ഈ വർത്താനോ ഈ ഡയലോഗിലോട്ടോ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നം ഒന്നും ഇവിടെ നടക്കില്ല. അപ്പം ഇതിൽ ഈ ഉമ്മയും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ എൻ്റെ മക്കളുടെ അടുത്തൊന്ന് മാറ്റുക എന്നുള്ളത്. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ എന്നുള്ളത് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലെ നാളെ കുട്ടികൾക്കൊരു ഭാവി ഉണ്ടാവും, കുട്ടികൾ വളർന്നു വരും. അപ്പോഴും ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇവർ കാണുകയല്ലേ സ്വന്തം ഉമ്മാൻ്റെ സൈഡിൽ നിന്ന്. ഏത് മക്കൾക്കാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ അവർ വളരെ ഇമ്മച്വർ ആയിട്ടുള്ള കുട്ടിയാണ്. അവർക്ക് പലതും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവളെ കൊണ്ട് സാധിക്കില്ല, അല്ലെ അവർക്കത് പറയാണ്ട് പറ്റൂല. അപ്പം അവരെക്കുറിച്ച് ആലോചിച്ചെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കുടുംബത്തല്ലും കുടുംബശ്രീയും അല്ലെങ്കിൽ എന്താ പറയുക കഥയിലെ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമായിട്ട് ഫ്രണ്ടോട്ട് പോയിക്കൂടെ?
അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു പേജാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വ്ളോഗിങ്, ഫാമിലി വ്ളോഗിങ് ചെയ്യാം, ട്രാവൽ വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊളാബ്സ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, മക്കളെ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് ഫ്രണ്ടോട്ട് പോകുന്നതിന് പകരം വെറുതെ ഈ കുടുംബ പ്രശ്നങ്ങൾ ഇതിൽ വന്നിങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിയും കുത്തി വാരി ഇടേണ്ട ആവശ്യമുണ്ടോ? അപ്പം എത്രയൊക്കെ ആണെങ്കിൽ ഈ ഉമ്മ പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഷാജീൻ്റെ അടുത്തൊരു ബാഡാണ് തോന്നുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുക എന്നാണ് എനിക്ക് ഇതിൽ കൂടെ പറയാനുള്ളത്. അമ്മയിച്ച എന്റെ കുട്ടിയെ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാം. അവളിപ്പോ എന്നെ അടക്കപ്പാടുന്ന് ഇറക്കി വിട്ടു, ആ മക്കളെ ഇറക്കി വിട്ടു, എന്നെ ഇറക്കി വിട്ടു. ഇപ്പൊ ഞാൻ എന്ത് കാട്ടി, ഞാൻ പുറത്ത് പോയാലും വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ വാതിൽ കൂട്ടിയിട്ടുണ്ടാവും. ഇവിടെ ആ സൈഡും വാര് കൂട്ടാം, ഈ സൈഡും വാര് കൂട്ടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ കേസൊക്കെ കൊടുത്ത് അവര് പറഞ്ഞു ഉമ്മാന്റെ വീടല്ലേ, ഉമ്മാക്ക് വീട് എന്ത് വേണമെങ്കിൽ ചെയ്യാ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച ഞാൻ കൂട്ട് തല്ലി പൊളിച്ചു അങ്ങനെ കടന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇരുന്ന് കഴിക്കുമ്പോഴേക്കും ഉമ്മയും മക്കളും രാത്രി 10 മണി 12 മണിക്ക് വന്നപ്പോ ഇവര് വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ ഉള്ളു കയറിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തല്ലി പൊളിച്ച് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഞാൻ ഒരു ദിവസം അനിയത്തിനോട് വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഉമ്മയും മക്കളും ഇതേപോലെ കൂട്ടിയിട്ട് പോയി. ഈ ഉമ്മാനെ പോലും ഇപ്പൊ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ഉമ്മ പറയുന്നത് ഇതിൽ സത്യം ഉണ്ടെങ്കിലും സത്യമില്ലെങ്കിലും നുണയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഉമ്മാന്റെ വീടാണ്, ഉമ്മ അവിടെ താമസിക്കും അവരുടെ എൻഡ് വരെ. അതിനുള്ള റൈറ്റ് അവർക്ക് ഇന്നത്തെ ലീഗൽ സിസ്റ്റം വഴി അവർക്ക് എന്തായാലും കിട്ടും. ഇപ്പം നിങ്ങളാണ് അവിടെ വലിഞ്ഞു കയറി നിൽക്കുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിക്കൂടെ? ഇനി അഥവാ 1 ലക്ഷം രൂപ വീടിന് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഉമ്മാക്ക് വേണ്ടിയാണെന്ന് കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കല്യാണം കഴിയുന്ന പ്രായം വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഉമ്മയല്ലേ. ഇനി വേണ്ട, നിങ്ങളെ ഈ ലോകത്തോട്ട് കൊണ്ടുവന്നത് ഈ ഉമ്മയല്ലേ, ആ ഉമ്മാക്ക് വേണ്ടി ചെയ്തു എന്ന് കരുതിയിട്ടെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളി കത്തിക്കുത്തി മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓഡിയോ റെക്കോർഡിങ്സ് ഫുള്ള് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈസ് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണാം. ഇത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് ഈ വലിച്ചു പറയുന്നത്, നമ്മളത് എടുത്തു പറയുകയല്ല. പക്ഷേ ഇതിൽ ഞാൻ രണ്ടാളുടെ സൈഡിലും ഷാജിദ പെർഫെക്റ്റ് ആണെന്നും ഉമ്മ തെറ്റാണെന്നും അല്ല ഉമ്മ പെർഫെക്റ്റാണ് ഷാജിദ തെറ്റ ഈ ഒരു ഒപ്പീനിയൻ എനിക്കില്ല. പക്ഷേ ഇതിനുള്ളൊരു സൊല്യൂഷനായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടി മാറി താമസിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരും. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.